ഹലോ മക്കളെ, NI സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എടുക്കുന്നത് എക്സാം ബേസ്ഡ് ചാപ്റ്റർ പൊളിറ്റിക്സ് ആണ്. ചാപ്റ്റർ 26 ഇന്ത്യ ഫോറിൻ പോളിസി, ഇന്ത്യയുടെ വിദേശ നയം. അപ്പോൾ എന്തൊക്കെയാണ് വിദേശ നയം, ആരാണ് വിദേശ നയത്തിൻ്റെ ശില്പി എന്നറിയപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ദ ഫാദർ ഓഫ്, ഇതൊക്കെ നിങ്ങളെ MCQ ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് ദ ഫാദർ ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി, ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ശില്പി, ആർക്കിടെക്ചർ ശില്പി ആരാണെന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി എന്നറിയപ്പെട്ടത്. ഇനി നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ഫോറിൻ പോളിസി, എന്താണ് വിദേശ നയം അല്ലേ? വിദേശ നയം എന്നാൽ എന്ത്? എല്ലാ സ്വതന്ത്ര രാജ്യങ്ങൾക്കും വിദേശ നയങ്ങളുണ്ട്. ആഭ്യന്തര നയത്തിൻ്റെ വികസിത രൂപമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ വിദേശ നയം. മറ്റു രാഷ്ട്രങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുന്നതിനും സ്വന്തം പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര സാഹചര്യത്തിനനുസരിച്ച് രൂപപ്പെടുത്തുന്നതിനും വേണ്ടി രാഷ്ട്രങ്ങൾ അവലംബിക്കുന്ന പ്രവർത്തന ശൈലിയാണ് വിദേശ നയം എന്നറിയപ്പെട്ടത്. അപ്പോൾ ഓരോ രാജ്യത്തിനും വിദേശ നയങ്ങൾ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഏത് രാജ്യമാണോ ആ രാജ്യം മറ്റു ലോക രാജ്യങ്ങളോട് ഏത് രൂപത്തിലുള്ള സമീപനമാണ് പുലർത്തേണ്ടത് എന്നുള്ള ആശയമാണ് ഏത് പേരിലറിയപ്പെട്ടത്? വിദേശ നയം എന്നറിയപ്പെട്ടത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ, വാട്ട് ഈസ് എ പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനപരമായ സഹവർത്തിത്വം എന്നാൽ എന്ത്? അപ്പോൾ എല്ലാ രാഷ്ട്രങ്ങളും എല്ലാത്തരം ഗവൺമെൻറ്റുകളും സമാധാനപൂർവ്വം പ്രവർത്തിക്കണമെന്നതാണ് സഹവർത്തിത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. തങ്ങളുടെ ഭരണ സമ്പ്രദായം എങ്ങനെയാവണം, സാമ്പത്തിക നയങ്ങൾ എന്താവണം എന്ന് തീരുമാനിക്കാൻ ഓരോ രാജ്യത്തിനും അവകാശമുണ്ട്. അപ്പോൾ എല്ലാ രാഷ്ട്രങ്ങളും എല്ലാത്തരം ഗവൺമെൻറ്റുകളും സമാധാനപൂർവമായ ഒരു ഭരണക്രമം ലോകത്ത് നിലനിർത്തുക എന്നതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? കോ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ സഹവർത്തിത്വം, സമാധാനപരമായ സഹവർത്തിത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യന്, വാട്ട് ഈസ് എ നാം, എന്താണ് നാം? നാം എന്ന് പറഞ്ഞാൽ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻ്റ് ആണ് കേട്ടോ. നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് അതിൻ്റെ ചുരുക്കപ്പേരാണ് നാം. അപ്പോൾ എന്താണ് നാം എന്ന് നോക്കാം. ചേരിചേരാ സംഘടന അല്ലേ? ഈ നാമിന് ഏത് പേരിലും അറിയപ്പെടും? ചേരിചേരാ സംഘടന എന്ന പേരിലും അറിയപ്പെടും. അപ്പോൾ ശീതസമര കാലത്തെ ഇരു ശാക്തിക ചേരികളിലും ഉൾപ്പെടാതെ സ്വതന്ത്ര രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണിത്. അഥവാ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക രണ്ട് ശാക്തിക ചേരികളായി പിരിഞ്ഞു കേട്ടോ. ഒന്ന് മുതലാളിത്ത ചേരിയായിരുന്ന അമേരിക്കയും രണ്ട് കമ്മ്യൂണിസ്റ്റ് ചേരിയായിരുന്ന റഷ്യയും. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളിലും ഉൾപ്പെടാതെ മൂന്നാമത്തെ ലോകം അല്ലെങ്കിൽ തേർഡ് വേൾഡ് കൺട്രീസ് എന്നീ രാജ്യങ്ങൾ ചേർന്ന് കൊണ്ട് രൂപീകരിച്ച സംഘടനയാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? നാം അല്ലെങ്കിൽ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടത്. VK കൃഷ്ണമേനോനാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഇന്ത്യയാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ രൂപം നൽകിയത് കേട്ടോ. 1961 ബൽഗ്രേഡിൽ വെച്ച് ചേരിചേരാ സംഘടന രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ 1961 ബൽഗ്രേഡ് സമ്മേളനത്തിൽ വെച്ചാണ് ഏതിന് രൂപം നൽകിയത്? നാമിന് രൂപം നൽകിയത്. 1955 ബാന്തോങ്ങിൽ നടന്ന ആംഗ്ലോ ഏഷ്യൻ ഉച്ചകോടിയാണ് സംഘടനയുടെ രൂപീകരണ കാര്യങ്ങൾ ചർച്ച ചെയ്തത്. ചേരിചേരാ സംഘടനയുടെ ആദ്യ തലസ്ഥാനം നടന്നത് ബൽഗ്രേഡിൽ വെച്ചായിരുന്നു. ആദ്യ ചേരിചേരാ സമ്മേളനത്തിന് എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു? 25ഓളം രാജ്യങ്ങൾ പങ്കെടുത്തു കേട്ടോ. അങ്ങനെ 25 ആദ്യ സമ്മേളനത്തിൽ 25 രാജ്യങ്ങൾ പങ്കെടുത്തുകൊണ്ട് ബാന്തോങ്ങിൽ ബൽഗ്രേഡിൽ ചേർന്ന സമ്മേളനമാണ് എന്തിന് രൂപം നൽകിയത്? നാം അഥവാ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റിന് രൂപം നൽകിയത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞത്, വാട്ട് ആർ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി. മക്കളെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി, ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ തത്വങ്ങൾ ഏവ? ഫസ്റ്റ് വൺ, പഞ്ചശീൽ പ്രിൻസിപ്പിൾസ് അഥവാ പഞ്ചശീല തത്വങ്ങൾ. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് പഞ്ചശീല തത്വങ്ങളാണ്. 1954 ഏപ്രിലുണ്ടായ ഇന്ത്യ ചൈന ഉടമ്പടിയിലാണ് പഞ്ചശീലം ആദ്യമായി നിർവചിക്കപ്പെട്ടത്. അപ്പോൾ 1954 ഇന്ത്യയും ചൈനയുമായി ഒപ്പുവെക്കപ്പെട്ട ഉടമ്പടിയാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? പഞ്ചശീല പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പഞ്ചശീല തത്വങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഈ പഞ്ചശീല പ്രിൻസിപ്പിളിൽ ഉള്ളത് നോക്കാം. ഒന്ന്, ഓരോ രാജ്യത്തിൻ്റെയും പ്രാദേശികാതിർത്തിയോ പരമാധികാരവും അന്യോന്യം അംഗീകരിക്കുക. 2, പരസ്പരം ആക്രമിക്കാതിരിക്കുക. 3, ആഭ്യന്തര പ്രശ്നങ്ങൾ ഇടപെടാതിരിക്കുക. 4, സമത്വവും പരസ്പര ബഹുമാനവും ഉണ്ടാവുക. 5, സമാധാനപരമായ സഹവർത്തിത്വം എന്നിവയാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? പഞ്ചശീല തത്വം കൊണ്ട്
അർത്ഥമാക്കുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് വൺ അഥവാ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ഫസ്റ്റ് വൺ പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്, സെക്കൻഡ് വൺ ഓൺ അലൈൻമെൻറ്റ് മൊമെൻറ്റ് നമ്മൾ പറഞ്ഞതാണ്. സൈനിക സഖ്യങ്ങൾ, ഉടമ്പടികൾ എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കുക എന്നതാണ് ചേരിചേരായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൻ ശക്തികളുടെ സ്വാധീനമോ സമ്മർദ്ദമോ ഒന്നും കൂടാതെ ഓരോ പ്രശ്നത്തെയും സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാടിൽ കാണുകയും സ്വന്തം നിലയിൽ അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് ചേരിചേരായ്മയുടെ അന്തസത്ത. ചേരിചേരാ നയം നിഷേധാത്മകമായ ഒരു നയമല്ല. അന്താരാഷ്ട്ര തർക്കങ്ങളിൽ നിന്ന് നാം മാറി നിൽക്കണം എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പ്രത്യേക ചേരി മാറി നിൽക്കാതെ ഒന്നിച്ച് പ്രവർത്തിക്കണം എന്നതാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്, ചേരിചേരാ എന്ന നയം കൊണ്ട് അർത്ഥമാക്കുന്നത്. സത്യവും നീതിയും എവിടെ എന്ത് എന്നറിഞ്ഞുകൊണ്ട് രാഷ്ട്രാന്തര പ്രശ്നങ്ങൾ തീരുമാനമെടുത്തിരിക്കണം എന്നതും ഏതിൻ്റെ പ്രത്യേകതയാണ്, ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. ഇനി മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് സാമ്രാജ്യത്തോടും വർഗവർണ്ണത്തോടും കോളനി വാഴ്ചയോടുള്ള എതിർപ്പ് കേട്ടോ. അപ്പോൾ ആൻറ്റി ഇമ്പീരിയലിസം, ആൻറ്റി റാഷിസം ആൻഡ് ആൻറ്റി കമ്മ്യൂണലിസം. അപ്പോൾ നോക്കുക, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലെ ഒട്ടേറെ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടിയെങ്കിലും സാമ്രാജ്യത്വം പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ധാർമ്മികവും ബൗദ്ധികവുമായ എല്ലാ പിന്തുണയും നൽകുക എന്നത് ഇന്ത്യയുടെ വിദേശ നയമാണ് കേട്ടോ. അപ്പോൾ സാമ്രാജ്യത്വത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ധാർമ്മികവും ബൗദ്ധികവുമായ പിന്തുണ നൽകുക എന്നതോ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ വർണ്ണവിവേചനത്തോടുള്ള എതിർപ്പ് നമ്മുടെ വിദേശ നയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ജനങ്ങളെ രണ്ടാം കിടക്കാരായി കാണുന്ന ദുഷിച്ച പാരമ്പര്യമാണ് യൂറോപ്യന്മാർക്കുള്ളത്. ഇതിനെ ഈ രൂപത്തിലുള്ള വർണ്ണവിവേചനത്തെയോ ആര് ശക്തമായി എതിർത്തു, ഇന്ത്യ ശക്തമായി എതിർക്കുകയും ചെയ്തു. ഇനി നാലാമത്തെ പോയിന്റ്, സപ്പോർട്ട് ടു യുണൈറ്റഡ് നേഷൻ, ഐക്യരാഷ്ട്രസഭയ്ക്ക് പിന്തുണ നൽകുക. അന്താരാഷ്ട്ര പ്രശ്നങ്ങളെ സമാധാനപരമായ രീതിയിൽ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ ഐക്യരാഷ്ട്ര ശക്തിയും സ്വാധീനവുമുള്ള ഒരു സമിതിയാകണമെന്ന് ഇന്ത്യ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഐക്യരാഷ്ട്രസഭ എന്ന് പറഞ്ഞാൽ ആഗോള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ ആ സംഘടനയോടും ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ വിദേശ നയത്തിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ നേതാക്കളോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ സൈന്യത്തെയും ഓഫീസർമാരെയും നയതന്ത്രജ്ഞരെയും അയച്ചിട്ടുണ്ട്. ഇനി അടുത്ത പോയിന്റ് പറയുന്നത് അഞ്ചാമത്തെ പോയിന്റ് കേട്ടോ. നിങ്ങളുടെ ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ആണ്, റെസ്പെക്റ്റ് ഫോർ എ ഹ്യൂമൻ റൈറ്റ്സ്. അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ മൗലികാവകാശങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന പ്രകാരം അത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് അല്ലേ. 1948 ഡിസംബർ 10 ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി സാർവത്രിക യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അംഗീകരിക്കുകയുണ്ടായി. നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലികാവകാശങ്ങളോ നിർദ്ദേശക തത്വങ്ങളോ മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപനത്തോട് വളരെ സാമ്യമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ത്യയുടെ വിദേശ നയത്തെക്കുറിച്ച് പറയാനുള്ളത്. 5 പോയിന്റാണ് നമുക്കുള്ളത് കേട്ടോ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യന്, വാട്ട് ആർ ദ മേജർ കൺസേൺ ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യയുടെ കൺസേൺ ആയിട്ടുള്ള ഫോറിൻ പോളിസി അല്ലെങ്കിൽ വിദേശ നയത്തിലെ വിഷയങ്ങൾ എന്തെല്ലാം നോക്കാം. ലോകം ഏകധ്രുവമായി തീർന്നു. ഇപ്പോൾ ലോകം ഏത് പേരിലാണ് അറിയപ്പെട്ടത്, ഏകധ്രുവ ലോകം എന്നാണ് അറിയപ്പെട്ടത് അല്ലേ. സൈനിക സഖ്യങ്ങളെല്ലാം മാറ്റം വന്നു. ആഗോളവൽക്കരണത്തിൻ്റെ യുഗമാണ് പിന്നീട് വന്നത്. ഇന്ത്യയുടെ വിദേശ നയങ്ങൾക്കും ഇതോടെ പല മാറ്റങ്ങളും ഉണ്ടായി. പഴയകാല ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ബന്ധങ്ങളും ആര് നിലനിർത്തുന്നുണ്ട്, ഇന്ത്യ നിലനിർത്തുകയും ചെയ്യുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ വിദേശ നയം എന്ന് പറഞ്ഞാൽ ഇതാണുള്ളത് കേട്ടോ. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അതിൽ ക്വസ്റ്റ്യൻ ആൻസറും തീർന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ഉള്ളത് അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബേഴ്സ്, ചൈന, പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക. ഓക്കെ, ആ വീഡിയോ ഇട്ടുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക്സ്.